പട്ടാപ്പകൽ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സ് കുത്തിത്തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ച് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് അയ്യപ്പൻകോവിൽ ഡിവിഷനിലെ സൂപ്പർവൈസർ രാജേഷിന്റെ ക്വാർട്ടേഴ്സാണ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരിക്കുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ അയ്യപ്പൻകോവിൽ ഡിവിഷനിലെ സൂപ്പർവൈസർ രാജേഷിന്റെ ക്വാർട്ടേഴ്സിലാണ് പകൽ മോഷ്ടാവ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച 10 മണിയോടുകൂടിയാണ് മോഷണം നടന്നതായി പറയുന്നത്. രാവിലെ ചായ കുടിച്ചതിന് ശേഷം സൂപ്പർവൈസറായ രാജേഷ് ജോലിക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് വേണ്ടി ക്വാർട്ടേഴ്സിൽ വന്നപ്പോഴാണ് കതകിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ അലമാര കുത്തിത്തുറന്ന നിലയിലും കണ്ടെത്തി. പിന്നീട് നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം, 3000 രൂപ എന്നിവ നഷ്ടപ്പെട്ടതായി രാജേഷ് പറയുന്നു. എൻ്റെ പേര് രാജേഷാണ്. ഞാൻ ഈ ചുരക്കുളം ടി എസ്റ്റേറ്റിൽ അയ്യപ്പൻകോവിൽ ഡിവിഷനിലെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട്, കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ പുതിയതായിട്ട് വന്ന് സ്റ്റാഫായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 മാസത്തിൽ ഞാൻ ഈ ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ 1 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ ഓണാവധിക്ക് പിള്ളേരുമായിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം പിള്ളേരും വൈഫും കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് രാവിലെ തിരിച്ചു വന്നു. ഡ്യൂട്ടിക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയിട്ട് രാവിലെ 9:35 ആകുമ്പോൾ ഞാൻ കാപ്പി കുടിക്കാൻ വന്നപ്പോൾ ഇതുവഴി ഒരാളിങ്ങോട്ട് പോകായിരുന്നു. പക്ഷേ പുള്ളി നമുക്ക് ഇതൊന്നും കണ്ടിട്ട് പരിചയമൊന്നുമില്ല. അപ്പോൾ പുള്ളി എന്നോട് സമയം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 9:35 എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചാൽ അവൻ പോയതിനു ശേഷം വീണ്ടും ഞാൻ കാപ്പി കുടിച്ചിട്ട് 10 മണിയാകുമ്പോൾ ഞാൻ ഫീൽഡിൽ പോയിട്ട് പിന്നെ അവിടുത്തെ കുളുന്ത് വെയ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി 12 മണിക്ക് വന്നപ്പോൾ ഇവിടെ ഞാൻ ലോക്ക് ചെയ്യുന്ന പൂട്ട് തല്ലി പൊടിക്കുകയും മെയിൻ ഡോറ് ഉള്ളിൽ താഴെ ഇട്ടിട്ട് ഞാൻ ഉള്ളിൽ കയറാത്ത രീതിയിൽ അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ സംശയത്തിൽ പുറകെ കൂടി പോയപ്പം പുറകിലെ ഡോറ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അന്നേരം തന്നെ ഞാൻ ഇവിടുത്തെ ഫീൽഡ് ഓഫീസർ ശാന്തകുമാർ എന്ന് പറഞ്ഞ സാറെ വിളിച്ചു. ഞാൻ പിന്നെ ഇവിടുത്തെ ജോലി ചെയ്യുന്ന മുരുകൻ, അടുത്തുള്ളവരൊക്കെ വിളിച്ചു. ഇവിടുത്തെ വാച്ചർ രാജൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളിയും വിളിച്ച് ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പം ഞങ്ങൾ പോലീസ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു മാനേജർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI തിരിച്ച് വിളിച്ചിട്ട് അപ്പോൾ അകത്ത് കയറി നോക്കിക്കോ, എന്നാ സംഭവം നോക്കാൻ പറഞ്ഞു. അന്നേരം പോലീസ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്ത് പുറകെ കൂടിയാണ് കയറിയിട്ട് ഹാളിൽ ചെന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമിൽ പോയപ്പം എൻ്റെ ബീറോ അലമാര പൊട്ടിച്ച് മൊത്തം ഡ്രസ്സുകളൊക്കെ പുറത്തിട്ടിരുന്നു. ഉള്ളിലുള്ള ലോക്കറും പൊട്ടിച്ചിട്ട് അതിനകത്ത് നിന്ന് സ്വർണ്ണങ്ങളും മോഷണം പോയിരുന്നു, പൈസയും പോയിരുന്നു. അപ്പം ആ മോഷണത്തിന് പുള്ളി ഉപയോഗിച്ച ചുറ്റിയും എൻ്റെ ഒരു കത്തിയും ഉണ്ടായിരുന്നു. ആ കത്തിയും യൂസ് ചെയ്ത പുള്ളി അലമാര പൊട്ടിച്ചിട്ട് അത് അവിടെ തന്നെ പുള്ളി ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് പോയതിനു ശേഷം അപ്പോൾ ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് ഇവിടുത്തെ ജോലി ചെയ്യുന്ന വർക്കേഴ്സൊക്കെ വന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇന്നപോലെ പുള്ളി അതുവഴി പോയ രാവിലെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഒരു മോഷണം നടന്നായിരുന്നു. അതിലൊരു പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളി കീരിക്കല്ലിലെ താമസക്കാരനാണ്. അപ്പോൾ അവനായിരിക്കുമെന്ന് സംശയിച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ റോഡിൽ കൂടി ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പം അയ്യപ്പ തൊട്ടടുത്തിരിക്കുന്ന ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടുത്തെ അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ചെക്കന് ഇവിടെ വന്നായിരുന്നു, രാവിലെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയായിരുന്നു, ഇപ്പോഴും ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ ജോലി നിന്ന് മുരുകൻ വിളിച്ചു പറഞ്ഞാൽ അവന് ഒരു ചെക്കൻ, നിങ്ങൾ സംശയപ്പെടുന്ന അത് കൂട്ട ഒരു ചെക്കൻ നമ്മുടെ വണ്ടിപ്പെരിയാർ കത്തോലിക്ക പള്ളിയിൽ ഒരു ശവ സംസ്കാരം ഉണ്ടായിരുന്നു, അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞങ്ങൾ പോയി അവിടെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞ ആ പുള്ളി ആ മോഷണക്കാരൻ നേരത്തെ മോഷണം ചെയ്യുന്ന ആ പുള്ളി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് അവനെ പിടിച്ച് അവനെ കയറ്റി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മോഷണം പോയ കുറച്ച് സ്വർണ്ണങ്ങൾ, പിള്ളേരുടെ മോതിരം, കമ്മൽ, ഇതൊക്കെ കുറച്ച് സ്വർണ്ണം അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. പിന്നെ പൈസ ഞങ്ങൾ ഒരു 2700 ഒരു 3000 ഉദ്ദേശിക്കും. ആ പൈസയും പോയി, അത് കിട്ടിയിട്ടില്ല. അതല്ലാതെ വൈഫിന്റെ കമ്മൽ ഇതൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് സാധനങ്ങൾ കിട്ടി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ അവനെ ഹാൻഡ് ഓവർ ചെയ്ത് പോലീസ് FIR ഇട്ടു അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിരുന്ന പോലീസ് ആദ്യം പൈസ ഇല്ലേ കുഴപ്പമില്ല, 2500 അത് ചിലപ്പം നമ്മൾ പോയിക്കോട്ടെ, സ്വർണ്ണം എത്ര ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നെ പോലീസോട് ദേഷ്യപ്പെട്ടു. ഇങ്ങനെ സാറ് 2500 1 രൂപ ആയാലും അതെന്റെ പൈസ, ഞാൻ അഡ്വാൻസ് കൊണ്ടായതാ, സാറങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. തിരിച്ച് പോലീസ് എന്നോട് ചോദിച്ചു, രാജേഷ് വലിയ പറഞ്ഞത് ശരിയായില്ല, രാജേഷ് ഞങ്ങളോട് പറഞ്ഞത് ശരിയായില്ല. ഇല്ല സാർ, ഞാൻ സത്യത്തിൽ ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്, എനിക്ക് 2 പിള്ളേരൊക്കെ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്ഷമിക്കണമെന്ന് പോലീസോട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോലീസ് സഹകരിച്ചു. കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇതൊക്കെ കണ്ടു. അവൻ പറഞ്ഞു ഞാനൊന്നും മോശം ഞാനാന്ന് പറഞ്ഞു. അവനെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ അവനെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്നോട് മൊഴിയെടുത്ത് വെച്ചിട്ടുണ്ട്. കോടതിയെ കൊണ്ട് ഈ കിട്ടിയ മോഷണം പോയ കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. ആ സാധനം അവിടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ പറഞ്ഞ് മേടിച്ചോളാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടിരുന്ന വെച്ചാൽ ഒരു
1.5 പോയിന്റ് സ്വർണ്ണം പോയി കാണുമായിരുന്നു. അപ്പോൾ അവരിപ്പോൾ തൂക്കം പറഞ്ഞിട്ട് 6 ഗ്രാം കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. 2 കമ്മലും ഇത് വലിയ കമ്മലുണ്ട് വൈഫിന്റെ, പിന്നെ കുഞ്ഞുങ്ങളുടെ സ്വർണ്ണങ്ങളാണ് കഴിച്ചതിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ബീരോ പുതിയ മേടിച്ച് അത് തല്ലി പൊടിച്ച് ഇട്ടിരിക്കുക. വേറെ ഒരു സാധനങ്ങളൊന്നും പോയിട്ടില്ല. ഈ സ്വർണ്ണവും പണവും പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. തുടർന്ന് എസ്റ്റേറ്റ് അധികൃതരെയും പോലീസിനെയും വിവരമറിയിച്ചു. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സംശയാസ്പദമായ സാഹചര്യത്തിൽ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ നടന്നയാളെക്കുറിച്ച് വഴിയാത്രക്കാർ എസ്റ്റേറ്റ് അധികൃതരോട് വിവരം ധരിപ്പിച്ചിരുന്നു. ഇതനുസരിച്ചുള്ള അന്വേഷണത്തിൽ ഒരാളെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത പ്രതി മുൻപും മോഷണക്കേസിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണത്തിനായി വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരെ പരിശോധനയ്ക്ക് എത്തിക്കുമെന്നും വണ്ടിപ്പെരിയാർ പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ നേലക്കാട്. നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനുമാഷിനോട് ചോദിക്ക്. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ. മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.